എല്ലാ കൂട്ടുകാർക്കും മംസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ പതിവ് പോലെ 5 മണിക്കൊക്കെ എണീറ്റിട്ടുണ്ട്. പക്ഷേ പണികളൊക്കെ തുടങ്ങിയപ്പോഴേക്കും കുറച്ച് സമയം വൈകിയിട്ടുണ്ട്. പിന്നെ കുറച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നിയത്. ഇപ്പോൾ ഓരോരോ കാരണങ്ങളാൽ വീഡിയോ ഒക്കെ മുടങ്ങി പോവുകയാണ്. അപ്പോൾ ഒന്ന് ഉപ്പേരി അടുപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ അടുപ്പിലുണ്ടാക്കും, അല്ലാത്തപ്പോഴൊക്കെ പിന്നെ ഗ്യാസ് തന്നെയല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അരിമാവൊക്കെ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി തണുപ്പ് കാലത്തൊക്കെ അരിമാവ് പൊന്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ തെർമൽ കുക്കർ ഉണ്ടല്ലോ, അതിലേക്ക് ഇറക്കി വെച്ചാൽ നല്ലതുപോലെ പൊന്തി കിട്ടും മാവൊക്കെ. അപ്പോൾ ഉള്ളി ചമ്മന്തിയാണ് ഇതിലേക്ക് അരയ്ക്കുന്നത്. 2 ചമ്മന്തിയൊക്കെ അരയ്ക്കും ചില ദിവസങ്ങളിൽ. അപ്പോൾ ചെറിയ ഉള്ളിയും ചുവന്ന മുളകും കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യം തന്നെയാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കണ ചമ്മന്തികളൊക്കെ ആവില്ല എല്ലാവരും, എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവും. ചെറിയ ഉള്ളി എടുത്താലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. വലിയ ഉള്ളിക്ക് അത്രയുണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ആ ചമ്മന്തിക്ക് നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി ചമ്മന്തിയായി കിട്ടും. ഇപ്പോൾ ഞങ്ങളുടെ മുറ്റത്തിൻ്റെ അവസ്ഥ കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പോൾ ഗ്യാസ് കണക്ഷനൊക്കെ വരുന്നത് എല്ലാവരും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഗ്യാസ് കണക്ഷനൊക്കെ വന്നിട്ടുണ്ടോ? അപ്പോൾ മുറ്റമൊക്കെ പൊളിച്ച് കല്ലൊക്കെ അത് അവിടെ കിടക്കുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നേരെയാക്കുകയാണ്. കല്ലൊക്കെ പെറുക്കി തൊടിയിൽ കൊണ്ടുവയ്ക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ അവരവരെ പണി കഴിഞ്ഞ് അവർ പോയി. പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത് എടുക്കൽ നിർബന്ധമാണ്. ഇനി ഗ്യാസ് കുറ്റിയൊന്നും കിട്ടാതെ വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ ഒരു ഭാഗം മുഴുവൻ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ മുറ്റവും ഒക്കെ ആകെ ഈ ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. കണ്ടാൽ നമുക്ക് സങ്കടം വരും. ഇങ്ങനെ കിടന്നിരുന്ന മുറ്റാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഒന്നും വേണ്ട തോന്നിപ്പോവും. അപ്പോൾ അതൊക്കെ അവിടെ അവർ നേരെയാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ അകത്തേക്ക് ഇങ്ങോട്ട് പോന്നു. നമുക്ക് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കാനുള്ള നേരമില്ലല്ലോ. അവർ വരുമ്പോഴേക്ക് ചായയൊക്കെ കൊടുക്കണ്ടേ. എല്ലാവരും വിശന്ന് ഓരോ ജോലികളൊക്കെ എടുത്ത് വരുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റിന് വരുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ചായയൊക്കെ റെഡിയാക്കുകയാണ്. പിന്നെ ഒരു നാളികേര ചമ്മന്തി അരയ്ക്കാമെന്ന് കരുതി. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ചട്നി റെഡിയാവും. ഇനി 2 ചമ്മന്തിയൊക്കെ റെഡിയായി. ഈ ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി ക്രിസ്പി ദോശ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. നല്ല മാവൊക്കെ പൊന്തി കഴിഞ്ഞാൽ നല്ല അടിപൊളി ദോശയായിട്ട് കിട്ടും. ഇത് നാളികേരം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അരയ്ക്കുന്നൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചമ്മന്തിയും ഉള്ളി ചമ്മന്തിയും അരയ്ക്കും. എനിക്ക് ഉള്ളി ചമ്മന്തിയാണ് കൂടുതൽ ഇഷ്ടം നാളികേര ചമ്മന്തിനേക്കാൾ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെയൊന്നും ഉണ്ടാക്കും. നമ്മളെ ഇഷ്ടങ്ങളും വേണ്ടേ നോക്കുക. അപ്പോൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ലഞ്ചിൻ്റെ പരിപാടിയൊന്നും ഞാൻ ഇതിൽ വല്ലാതെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും കാണിക്കും തന്നെയല്ലേ. അപ്പോൾ ഇന്ന് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഉണക്കൽ മാന്തൾ കൊണ്ടുള്ള കറിയാണ് വെച്ചത്. പിന്നെ നാരങ്ങ അച്ചാറുണ്ട്. അപ്പോൾ കുപ്പിയിലൊക്കെ ആക്കിയതിൻ്റെ ബാലൻസ് ഉള്ളതാട്ടോ അത്. പിന്നെ കോവയ്ക്ക കൊണ്ടുള്ള ഉപ്പേരിയുണ്ട്. ഇത് 2 വിധത്തിലുള്ള അച്ചാറാണ്. ഒന്ന് കടുമാങ്ങേൻ്റെയും ഒന്ന് നാരങ്ങേൻ്റെയും 2 വിധത്തിലുള്ള അച്ചാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മതിയല്ലോ ഊണ് കഴിക്കാനല്ലേ. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചു. നല്ല അടിപൊളി കോവയ്ക്ക ഉപ്പേരിയും ഉണക്കൽ മാന്തൽ കറിയും നാരങ്ങാക്കറിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ലഞ്ചായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ വൈകുന്നേരം ചെടി നനയ്ക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് നിങ്ങളതൊന്നും കാണിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചെടിത്തോട്ടം ഇപ്പോൾ റെഡിയാക്കി എടുത്തത്. ചെടിയൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. ഇനി ഇവിടെയൊക്കെ വെക്കാനാണ് ഉള്ളത്. ഒരു വിധത്തിൽ ഇങ്ങനെ റെഡിയാക്കി വരികയാണ്. അപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണിത്. എങ്ങനെയുണ്ട് അഭിപ്രായം പറയണം എല്ലാവരും. എല്ലാവർക്കും ഇഷ്ടമായോ, ഇഷ്ടമായിട്ടില്ലേ, എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ പറയുക. ഇപ്പോൾ അതുപോലെ തന്നെ സ്റ്റെപ്പായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 3 സ്റ്റെപ്പായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇവിടെ 2 സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പച്ചക്കറികൾ മാത്രം വയ്ക്കാമെന്ന് വിചാരിച്ചു.
അപ്പുറത്ത് ചെടികളും. എല്ലായിടത്തും ചെടികൾ ഇങ്ങനെ വെക്കണ്ടല്ലോ. നമ്മൾ ഒരു ഭാഗത്ത് പച്ചക്കറിയും ഒരു ഭാഗത്ത് പൂച്ചെടികളൊക്കെ വെക്കുക. അപ്പോൾ നല്ല അടിപൊളി ചെടിത്തോട്ടമായിട്ട് കിട്ടും. ഇതൊക്കെ നമ്മളെ പഴയ ചെടികളാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഉഷാറാക്കി ഇങ്ങനെ എടുത്തു വന്നിട്ടുള്ളൂ. ഇതൊക്കെ പിന്നെ ഓർക്കിഡാണ്. പൂവൊന്നും ഇട്ടിട്ടില്ല ഇതുവരെ. ഇതൊക്കെ നമ്മളെ പഴയ ചെടികൾ തന്നെയാണ്. ഇതൊക്കെ ഇപ്പോൾ ചെറിയ വലിയ പൂക്കളൊന്നും ഇല്ല ഇപ്പോൾ അങ്ങനെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നമസ്കാരം.